VSന്റെ 1-ാം ജന്മവാർഷികമാണ്. അപ്പോൾ VSന്റെ വലിയ ചുടുകാട്ടിൽ വലിയ അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ CPM ഇത് വലിയ രീതിയിൽ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ VSന്റെ 1-ാം അനുസ്മരണ ദിനം പോലും പരസ്പരം കുത്തുന്നതിനും ഒളിയമ്പുകൾ ചെയ്യുന്നതിനും മുതിർന്ന നേതാക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കുലത്തൊഴിലാണല്ലോ. അതായത് G. സുധാകരനെ കുത്തിക്കൊണ്ട് പിന്നെ സജി ചെറിയാനും മുൻമന്ത്രി സജി ചെറിയാനും പിണറായി വിജയനെ ഒളിയമ്പ് ചെയ്തുകൊണ്ട് തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ട്. പരമാവധി സ്വന്തം ശത്രുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. അതെ, കാരണം എനിക്ക് തോന്നുന്നു ആദ്യം ഇദ്ദേഹമാണ്, സജി ചെറിയാനാണെന്ന് തോന്നുന്നു. സജി ചെറിയാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ VS ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ്. ഒരു മാത്ര വെറുതെ നനച്ചു പോയതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയെ വഞ്ചിച്ച വഞ്ചകന്മാർ, അതായത് G. സുധാകരനെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, VS ജീവിച്ചിരുന്നുവെങ്കിൽ അമ്പലപ്പുഴയിൽ സുധാകരന് വേണ്ടി വോട്ട് പിടിക്കാൻ VS ഇറങ്ങുമായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, VSന് താല്പര്യമുള്ള ആളൊന്നും അല്ലായിരുന്നു സജി ചെറിയാൻ. അല്ല, ഒരു VSന് താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ VSന് താല്പര്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സജി ചെറിയാനും VSനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ പറയുന്ന സുധാകരനെ ഒന്ന് കുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല VS പണ്ട് അമ്പലപ്പുഴ MLA ആയിരുന്നു 67. അത് ഈ അമ്പലപ്പുഴയിലെ പഴയ മണ്ഡലമാണ്. പഴയ അമ്പലം. 67 അദ്ദേഹം അമ്പലപ്പുഴ മത്സരിച്ച് ജയിച്ച VS ആദ്യ അസംബ്ലിയിൽ എത്തിയത്. അത് ശരി. അപ്പോൾ ഇത് ഇന്നത്തെ ഈ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നു. VSനെ പോലെയുള്ള ഒരു നേതാവ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്തെ CPM വിഭജിച്ച് അവിടെ 64 ഇറങ്ങിപ്പോയ നേതാക്കളിൽ പിന്നെ ജീവിച്ചിരുന്ന അവസാനത്തെ ആളായിരുന്നു VSന്റെ 1-ാം ജന്മവാർഷികത്തിൽ ഇല്ലാത്ത വിവാദങ്ങളൊന്നും ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ അദ്ദേഹത്തെ ലേഖനം വരുന്ന ദിവസം അത് പിൻവലിക്കേണ്ടി വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനെ കളിയാക്കുന്ന കള്ളം വിജയൻ എന്നുള്ള പേരിൽ. അത് എനിക്ക് തോന്നുന്നത് വിശാഖൻ അതൊരു കാവ്യനീതിയാണെന്ന് തോന്നുന്നു. കാരണം VS ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തെ ദ്രോഹിച്ച യോമ എല്ലാം കൂടെ അങ്ങനെ വാഴ്ത്തിക്കൊണ്ട് ഈ ഇത് ഇറക്കേണ്ടെന്ന് ദൈവം തീരുമാനിച്ചോല്ലേയിരിക്കും. അതെ, കാരണം ഒരാൾ ജീവിച്ചിരിക്കും അയാളെ ദ്രോഹിക്കുകയും അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ട് ഇയാൾ മഹാനാണെന്ന്, ഇയാളെ സ്നേഹത്തിൻ്റെ നിധിയായിരുന്നു എന്നൊക്കെ പറയുന്നത് കാപണ്യമാണത്. ഇവരൊക്കെ കാണിക്കുന്ന കാപണ്യമാണ്. ഇന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുന്നുണ്ട് ആലപ്പുഴ. അദ്ദേഹം അതാണ് അവിടെ എന്താണ് പിണറായി വിജയൻ പറയാൻ പോകുക. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയിട്ടില്ല. എന്തായാലും പിണറായി വിജയൻ എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത്? ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് അവിടെ ചെന്ന് എന്ത് പ്രസംഗിക്കും എഴുതി വെച്ചോ. അദ്ദേഹം പ്രസംഗിക്കാൻ സാധ്യതയുള്ളൂ. അത് രാജ്യത്തെ വിധ്വംസക ശക്തികളും വർഗീയ ഫാസിസ്റ്റ് കൂട്ടുകെട്ടുകളും ഭയങ്കരമായി വർദ്ധിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ VSന്റെ അഭാവം നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയും. പണ്ട് ബക്കറ്റിലെ വെള്ളമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിലിരുത്തി അദ്ദേഹത്തെ അവമാനിച്ച ആളാണ് പ്രസംഗിക്കാൻ പോണത്. അല്ല, ഇതിനകത്ത് പറയാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഈ ഇറാൻ അമേരിക്ക ഉറപ്പാണ്. അതിന്റെ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ വിടുന്നില്ല. നമ്മൾ ഇറാനൊപ്പം ഇറാൻ അധിനിവേശം വരുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹം പറയാൻ പോകുന്നത് ജന്തർ മന്ദറിൽ നടക്കുന്ന CJPയുടെ ഈ പ്രതിഷേധവും നീറ്റ് പരീക്ഷ തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ വരുന്ന വിഴിഞ്ഞം പറയും. ജനറൽ സെക്രട്ടറി സ്ഥലത്തില്ലെന്നോണല്ലേ? ജനറൽ സെക്രട്ടറി കണ്ടില്ലേ, ഭയങ്കര കോമഡിയാണ്. ഇംഗ്ലീഷും അദ്ദേഹം പറയുന്നുണ്ട്. ജനറൽ സെക്രട്ടറി വലിയ കോമഡിയാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ സമയമില്ല. അദ്ദേഹം അവിടെ CJP സമരം നയിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അങ്ങോട്ട് ചെന്ന് പുള്ളി കുറെ ഇംഗ്ലീഷ് പറയുന്നു. ആദ്യം പുള്ളി ബ്രിട്ടാസും കൂടെ പോകുന്ന ഒരു ഇതാണ് ഹിന്ദി എന്തൊക്കെ പറയുന്നത്, അതെന്തൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ശബ്ദം, ഞാൻ അത് ശബ്ദരേഖയാണ് കേട്ടത്. ഞാൻ കരുതി ഫോൺ അങ്ങനെ മാറ്റി വെച്ചേക്കും, ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ വെച്ചാൽ റഹീമാണെന്നാണ് ഞാൻ കരുതി. അപ്പോൾ ഇദ്ദേഹമാണ്. അപ്പോൾ എന്താ അതിനകത്ത് വാട്ട് യു തിങ്ക് എന്നൊക്കെ ചോദിച്ചാൽ ഏറ്റവും അവസാനം രാധാകൃഷ്ണ പോവാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടു. ജനറൽ സെക്രട്ടറി അവിടെ ഘോര യുദ്ധത്തിലാണ്. നമുക്ക് വലിയ എന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പൊരിഞ്ഞ പോരാട്ടത്തിലാണ് അവിടെ അദ്ദേഹം CJPക്ക് വേണ്ടി പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ അപ്പൊ ഈ പിണറായി വിജയന്റെ ഈ പ്രസംഗം നമ്മുടെ ആഗോള തലത്തിൽ നിന്ന് ഈ ദേശീയ തലത്തിലെത്തി കേരളത്തിലേക്ക് വന്ന് അവസാനം 2 വരി VSനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞെങ്കിൽ ഭാഗ്യം. അത് അനുസ്മരണ പ്രസംഗം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ചിലപ്പം VSനെ കുറിച്ച് ആയിരിക്കില്ല വന്ന് പ്രസംഗിക്കുന്ന വിദ്വാന്മാരെല്ലാം ആത്മവഞ്ചനോട് കൂടി മാത്രമേ അവിടെ പ്രസംഗിക്കുള്ളൂ. VSനെ ദ്രോഹിച്ചവരാണ് അവരെല്ലാം. അതാണ് അവിടെയാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. ഒരു കാര്യം പെട്ടു നമ്മള് ഐസക്കോട് കുത്തിയിട്ടുണ്ട്. പിണറായിക്ക് ഇട്ട് കുത്തി. അതായത് സജി ചെറിയാന് സുധാകരൻ ഇട്ട് കുത്തുമ്പോൾ ഐസക്ക് പിണറായിക്ക് ഇട്ട് കുത്തി. അതായത് VS ഉണ്ടായിരുന്നെങ്കിൽ ഏത് സമുദായ നേതാക്കന്മാരുടെയും വീടിന് മുന്നിൽ മയക്കേട്ട് വെച്ച് ധൈര്യം കാണുവാൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? പിണറായി വിജയൻ അത് ഇല്ലെന്നും അങ്ങനെയുള്ള ആശാന്മാരെ കാറായി കയറ്റി കൊണ്ടുപോയതിൻ്റെ പേരിൽ
ഒരു ഭരണം തന്നെ നഷ്ടപ്പെടാൻ ഇടയാക്കിയെന്നും ആണ് ഐസക് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് എല്ലാവരും പറയുന്നുണ്ട് സുധാകരന് സജി ചെറിയാൻ്റെ ഒളിയമ്പെന്ന്. സുധാകരൻ്റെ സജി ചെറിയാൻ്റെ പ്രസ്താവന ചിലപ്പോൾ ഒന്നുകൂടി ഇരുത്തി വായിച്ചാൽ ഇത് പിണറായി വിജയനെതിരെയാണോ എന്ന് തോന്നും. ഞാൻ ആദ്യം പിണറായി വിജയനെതിരെയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് സുധാകരനെതിരെയാണ്. അതുതാൻ അല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്കയായിരുന്നു. പക്ഷേ ഇതിനകത്ത് യാതൊരു വർണ്ണ്യത്തിൽ ആശങ്കയില്ല. പിന്നെ തോമസ് ഐസക് പറഞ്ഞതിനകത്ത് അത് പിണറായിക്കിട്ട് തന്നെയാണ് കുത്തിയത്. അത് അല്ല വ്യക്തമായും ശക്തമായും അദ്ദേഹം. മാത്രമല്ല വേറെ ഒരു ശ്രദ്ധിച്ചായിരുന്നു, രാവിലെ VSന്റെ അതിൻ്റെ പുന്നപ്രയിലെ വീട്ടിൽ VSന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ കുടുംബാംഗങ്ങൾ, അതിൻ്റെ സഹധർമ്മിണി ശ്രീമതി വസുമതിയും മകനും മകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കുടുംബാംഗങ്ങളാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അല്ലെങ്കിൽ ഗോതം മാഷിനെ കൊണ്ടുവന്ന് അനാച്ഛാദനം, അല്ലെങ്കിൽ ജൂനിയർ മാട്ടകനെ കൊണ്ടുവന്ന് ഇത് അനാച്ഛാദനം ചെയ്താൽ ശരിയാവില്ലെന്ന് അവർക്ക് തോന്നി. അവർ കാണിച്ചത് അങ്ങേറ്റം VSനോട് കാണിക്കുന്ന ആദരവാണ് ശരിക്കും. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മുൻ നേതാക്കളൊക്കെ അവരുടേതായ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് മാറി. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഇതുപോലെ പ്രതിമയുണ്ട്. ആ പ്രതിമയിൽ അനാച്ഛാദനം ചെയ്യാൻ വന്നത് TK ഗോവിന്ദനും ഈ കുഞ്ഞികൃഷ്ണനും. കാരണം ഇവിടെ വേറൊരു സ്ഥലത്താണെങ്കിൽ അത് അവരുടെ വീടിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇത് പൊതുവായൊരു സ്ഥലത്താണെങ്കിൽ ഇവർ അവരെ തല്ലിയാണ്. ഇത് അതുപോലെ തന്നെയാണ് VSന്റെ കാര്യം. VSന്റെ അവിടെയും ഇത് വെച്ചത് അവർ കുടുംബാംഗങ്ങളാണ് വെച്ചത്. അത് അവരുടേത് നല്ല ബുദ്ധിയാണ്. കാരണം അങ്ങനെ ചെയ്തത് നന്നായി. ഇത് നിങ്ങളെ വിളിച്ചാണ് VSനെ ജീവിച്ചിരുന്ന കാലത്ത് ദ്രോഹിച്ചിരുന്ന അമ്മയെല്ലാം കൂടെ ഒന്ന് പ്രതിമാനാചാരം ചെയ്തെങ്കിൽ പ്രതിമയുടെ അവസ്ഥ എന്താവും? അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഫീച്ചർ മാറ്റി വെച്ചതിനെ കുറിച്ചും VSന്റെ മകനായിട്ടുള്ള അരുൺകുമാർ പ്രതികരിച്ചായിരുന്നു. അതെ, അത് VSനൊന്നും ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. VSന് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വാങ്ങിയ ഈ പാർട്ടി സമ്മതിച്ചില്ലല്ലോ. ഇല്ല, നിങ്ങൾ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് കുഴപ്പമില്ലായിരുന്നു. അത് രാജ്യം നൽകുന്ന ഒരു ആദരവല്ലേ, VS വലിയ നേതാവല്ലേ. അതെ. ഇത് ജ്യോതിബാസുവിനെ കൊണ്ട് പ്രധാനമന്ത്രിയാക്കാത്ത പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു ഹിമാലയ മണ്ടത്തനാണെന്നത്. ഇത് മിക്കവാറും പിണറായി വിജയൻ ഉടനെ മേടിക്കും. പിണറായിക്ക് ബാധകമല്ല. ഈ CPMന്റെ ഒരു നയവും ബാധകമല്ല. മോദി വിചാരിക്കണം അന്ന് പിണറായി വിജയൻ ഇരുന്നോട്ടെ ഒരു പത്മഭൂഷൺ എന്ന് പറഞ്ഞ അത് വായിക്കും. അത് അപ്പം അന്നേരം ഇവര് മാറ്റി പറയും. അത് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, അത് വേറെ. ഇപ്പം കാലത്തിന്റെ മാറ്റി എഴുതിയ തത്വസംഹിതകളിൽ അഭിരമിക്കുന്ന സമയത്ത് ഇത് മേടിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് പോയി മേടിക്കും. അതെ, നമ്മൾ ബൂർഷ്വയെ അവിടെ ചെന്ന് വെല്ലുവിളിക്കും. ബൂർഷ്വ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരെ അവന്റെ പുരസ്കാരം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അവനെ തിരിച്ചടിക്കും. അതിനാണ് അമേരിക്കയിൽ പോയി പിഞ്ഞാണം മേടിച്ചുകൊണ്ട് വന്നില്ലേ, അവിടെ ബൂർഷകളെ വെല്ലുവിളിച്ചു. അവിടെ നിന്ന് ഒരു പിഞ്ഞാണം മേടിച്ചിട്ട് 2 പിഞ്ഞാണം ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ KK ശൈലജയ്ക്കും, ഒന്ന് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം ആരോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നുണ്ട് ഈ CPI നേതാക്കളുടെ ഈ മക്കളും പിന്നെ മരുമക്കളും ഒക്കെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിന്റെ കണക്ക് നീണ്ട പട്ടികയാണത്. അതെ, അമേരിക്കയിൽ ഈ പിഞ്ഞാണം മേടിക്കാൻ പോയ വഴിക്കാണ് ആരോ ഇദ്ദേഹത്തെ ടൗൺ സ്ക്വയറിൽ കൊണ്ട് ഒരു ഇരുമ്പ് കസേര ഇരുത്തിയത്. കാഴ്ചയാണ് ഇപ്പോഴും അത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ VS എത്ര വലിയ പിന്നെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VSന് കേരളം കൊടുത്ത യാത്രയൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിലൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ഇതായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വിലാപയാത്ര തന്നെയായിരുന്നത് VSന്റെ. എന്തായാലും അതുപോലൊരു വിലാപയാത്ര, ഉമ്മൻചാണ്ടിയുടെ ഒരു വിലാപയാത്രയാണ് കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ആണ് കോടിയേരി ബാലകൃഷ്ണന്റെ കൊണ്ടുവന്നില്ലല്ലോ. അത് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. കാരണം വേറെ കുട്ടിക്ക് വിദേശത്തോ സമയമായി പോയി. അത് നേരെ കണ്ണൂർ കൊണ്ടുവന്ന് അടക്കിയിട്ട് അവർ അടുത്ത വണ്ടി കയറി അത് വിലാപയാത്ര നടത്താൻ അവർ സമ്മതിച്ചില്ല. ഒന്നുമില്ല, കാരണം സമയമില്ലല്ലോ, വിദേശത്ത് കൊണ്ടേ. എന്താണെങ്കിലും ശരി, ജീവിച്ചിരുന്ന VSനേക്കാൾ ശക്തനാണ് മരിച്ചുപോയ VS എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും അത് ആലോചിച്ചാൽ നമുക്കറിയാം ഇന്നത്തെ ചർച്ചകൾ മുഴുവൻ VSനെ കുറിച്ചാണ്. ഒരു നിമിഷമെങ്കിലും നമ്മളെല്ലാവരും ആ മനുഷ്യനെ കുറിച്ച് സ്മരിക്കുന്നു. ആ സ്മരണകളിൽ നമ്മൾ അദ്ദേഹം എത്ര വലിയവനാണെന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു. അതിന് അനാരോഗ്യം കാരണം അദ്ദേഹം പുറത്തു വരാറില്ലായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു VSന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. ഈ കൊറോണത്തിന് കഴുത്തി കുത്തിപ്പിടിച്ചത് വെളിയിൽ ദിവസം കാണിച്ചവരെയൊക്കെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയും ബോധവും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ശരി, VSന്റെ അനുസ്മരണ വേദി തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തിന് ഇവർ വിനിയോഗിച്ചു എന്നുള്ളത്, അതാണ് ഇതിനകത്ത് ഒരു അസഹനീയമായിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന് വേണം പറയാൻ.